ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള പെരിഞ്ചീരകം പൊട്ടി വരട്ടെ. അപ്പോൾ പെരിഞ്ചീരകം എല്ലാതും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വലിയ ഉണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാള കേട്ടോ. മീഡിയം സൈസ് 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള നല്ല പോലെ വാടി വരണം. അതുപോലെ വെളുത്തുള്ളിയും നല്ല പോലെ മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഫൈനായിട്ട് അരച്ച് വെക്കാം. അപ്പോൾ സവാള എല്ലാതും വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയത് കാരണമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളെല്ലാം മൂത്ത് വരണം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ടിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തക്കാളിയും തൈരും, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മിക്സിയിൽ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഉള്ള വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഈ ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേ കറി തിളച്ചിട്ടുണ്ട്. ഈ ടൈമിൽ കറിയിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ നോക്കുക. അഥവാ കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട റോസ്റ്റ്. അപ്പോൾ ഇനി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ 3 സവാളയ്ക്ക് പകരം 6 സവാള എടുക്കുകയാണെങ്കിൽ എല്ലാതും ഇതുപോലെ കൂട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ മുട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട അപ്പം മുഴുവനോടൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നടും മുറിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇങ്ങനെ നടു മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടിയും എരിവും പുളിയും എല്ലാതും ആ മുട്ടയിൽ ഒന്നും കൂടിയും പിടിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. ഞാനിപ്പോൾ 6 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുട്ടയിലത്തെ ഉണ്ണി വിട്ട് വരാത്ത രീതിയിൽ ഇളക്കാനായിട്ട് നോക്കുക. അപ്പോൾ പതുക്കെ നമ്മളിങ്ങനെ തന്നെ ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ മുട്ടകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.